ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കൊട്ടിയൂരാണ്. നമ്മുടെ ശിവനാണ് കേട്ടോ കൊട്ടിയൂരിൽ പ്രതിഷ്ഠ വരുന്നത്. അവിടെ ഈ ഭക്തർ ചെറിയ കല്ലുകൾ ഇങ്ങനെ അടുക്കി വെക്കുന്ന ഒരു പതിവുണ്ട് കേട്ടോ. ഇതെന്തിനാ ചെയ്യുന്നതെന്ന് അറിയോ? നമ്മളെ ജീവിതത്തിലുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങി മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ സഫലമാവാൻ വേണ്ടിയിട്ടാണ്. വർഷത്തിൽ ഒരിക്കലും മാത്രമാണ് കേട്ടോ ഇവിടെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുന്നത്. പ്രകൃതി സൗന്ദര്യത്താൽ ചുറ്റപ്പെട്ട ഒരു വനപ്രദേശത്താണ് കേട്ടോ നമ്മുടെ ഈ കൊട്ടിയൂർ ക്ഷേത്രം വരുന്നത്. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ എല്ലാ വർഷവും ദർശനത്തിനായിട്ട് എത്തുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകതയാണ് ഇവിടെ ഒരു ശ്രീകോവിലോ അല്ലെങ്കിൽ ഒരു വിഗ്രഹമോ ഒന്നുമില്ല കേട്ടോ. വിനോദസഞ്ചാരികൾക്കാണെങ്കിലും ഭക്തർക്കാണെങ്കിലും ഇവിടെ വന്നിട്ടാണെന്ന് വെച്ചാൽ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. ഞങ്ങൾ അവിടുന്ന് അതൊക്കെ കഴിഞ്ഞു അമ്പലത്തിനുള്ളൊക്കെ കയറി പുറത്തിറങ്ങിയപ്പോഴേക്കും ഞങ്ങൾക്ക് വിശന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവിടെ ഒരുപാട് കച്ചവടക്കാരെല്ലാവരും ഉണ്ട്. നമ്മൾ അവിടുന്ന് ഈ ചോളമാണ് കേട്ടോ വാങ്ങിയത്. അത് വാങ്ങി ഇങ്ങനെ കഴിച്ച് നടന്നു. പിന്നെ അന്ന് നമ്മൾ സ്റ്റേ ചെയ്തത് മുത്തപ്പൻകാവിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അവിടെ കൊട്ടിയൂർ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയാണ് മുത്തപ്പൻകാവ് വരുന്നത്. അതിനുള്ളിലായിരുന്നു നമ്മൾ അന്ന് രാത്രി കിടന്നിട്ടുണ്ടായിരുന്നത്. കണ്ടോ, നമുക്ക് അവിടെ നിന്ന് ഒരുപാട് പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മമ്പയർ, അവിൽ, ഒരു നല്ലൊരു രസം ഉണ്ടായിരുന്നു കേട്ടോ. ഈ കൊട്ടിയൂർ യാത്ര എന്ന് പറയുന്നത് ഒരു ദിവസത്തെ സ്റ്റേ തന്നെ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിലായിരുന്നു. അന്ന് രാത്രി മുഴുവനും ദൈവങ്ങളെ കൂടെയൊക്കെ കിടന്നുറങ്ങാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. എന്തായാലും ഞങ്ങൾ അന്ന് രാത്രി പുറത്തൊക്കെ ഇറങ്ങി ചോറ് വാങ്ങി കഴിച്ചു കേട്ടോ. പിന്നെ കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് മിഠായികളും വെറുതെ ഒന്ന് ഒരുപാട് അവിടെ നിന്ന് ചുറ്റിക്കറങ്ങി കുറേ കമ്മലൊക്കെ കണ്ടു. ഒന്ന് രണ്ടെണ്ണം വാങ്ങി. അങ്ങനെ ഇതൊരു രാത്രി ഒരു 12:30 ആയപ്പോഴുള്ള ടൈമാണ് കേട്ടോ ഇത്. ഞങ്ങൾ ഉറങ്ങാൻ കയറിയപ്പോൾ സമയം ഒരു 10-11:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ബാത്റൂം പോകാൻ വേണ്ടി നീട്ടിലായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഒരു വണ്ടി അവിടെ കാണുന്നില്ല. അതുവരെ ഫുള്ള് വലിയ ടൂറിസ്റ്റ് ബസ്സുകളും ട്രാവലറൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് തൊഴുതു പോയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതാ കിടന്നുറങ്ങുകയാണ്. അന്നേരം തന്നെ മുകളിലേക്കൊക്കെ എടുക്കാൻ കണ്ടോ പായൊക്കെ ആയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കിടന്നുറങ്ങട്ടെ.